Hi everyone, a warm welcome to you all. So, നിങ്ങളെല്ലാവരും IIT എയിംസിൻ്റെ എക്സാം പ്രിപ്പറേഷനിലാണെന്ന് മിസ്സിന് അറിയാം. ഓൾറെഡി നമ്മുടെ ഫിസിക്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ എല്ലാവരും ബയോളജിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് മിസ്സിന് അറിയാം. സോ ഇന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിലബസിലെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് control and coordination. So our chapter name is control and coordination. എന്താണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്? നമ്മൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത് നെർവസ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് അല്ലേ. നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ വെച്ചിട്ടുള്ളതാണ്? ബ്രെയിനും സ്പൈനൽ കോഡുമാണ് അതിൻ്റെ മെയിൻ റോൾസ് വഹിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യാനും എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലേ. സോ നമ്മളെന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനോടാണെങ്കിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി നമ്മൾ മനുഷ്യർക്കുണ്ട് അല്ലേ. സോ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ആ ഒരു എബിലിറ്റി തരുന്നത് ആരുള്ളതുകൊണ്ടാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അല്ലേ. സോ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന നമുക്കിങ്ങോട്ട് വരുന്ന ആ ഒരു എന്തെങ്കിലും ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സ്റ്റിമുലസ് എന്ന് പറയുന്നു. നമ്മുടെ ചുറ്റും നടക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ചൂടുള്ള ഒരു വസ്തുവിൽ തൊട്ടു. ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ തോന്നുന്നത്? പെട്ടെന്ന് നമ്മൾ കൈ വലിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ചൂട് ഏൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻ, ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോട്ട്നെസ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യാണ്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ കൈ വലിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ചൂട് എന്ന് പറയുന്നത് അവിടെ എന്താണ്? നമ്മുടെ സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്തു? കൈ വലിച്ചല്ലേ. സോ നമുക്ക് സ്റ്റിമുലസിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? സ്റ്റിമുലൈ, ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ടു വിച്ച് ലിവിങ് ഓർഗാനിസംസ് റെസ്പോണ്ട് ആർ കോൾഡ് സ്റ്റിമുലൈ. അതായത് ഇപ്പോൾ ഏതൊരു ചേഞ്ച് ആണെങ്കിലും, അതിപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് ചേഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഫാക്ടറും ആണെങ്കിലും അത് ഒരു ഓർഗാനിസത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? യെസ്, സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയാം. സോ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ടു വിച്ച് ലിവിങ് ഓർഗാനിസംസ് റെസ്പോണ്ട് ആർ കോൾഡ് സ്റ്റിമുലൈ. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പം നിങ്ങളതിന് ആൻസർ തരുന്നു. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുന്നു. ഇപ്പോൾ സൗണ്ട് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഈ സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റിമുലസിനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന് റെസ്പോൺസ് വരുന്നു. എങ്ങനെ? ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സായിട്ട് നിങ്ങൾ എനിക്ക് റെസ്പോണ്ട് വരുന്നു. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാൻ പറ്റും. സോ അങ്ങനെ ആ ഒരു കൺട്രോളും കോർഡിനേഷനും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൻസ് ഓർഗൻസും അത്രയും കോർഡിനേഷനോടുകൂടി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യത്തിനോടും റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നത്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് കോർഡിനേഷൻ. ഇപ്പോൾ സ്റ്റിമുലസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റിമുലസിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹീറ്റ്, കോൾഡ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ്. അപ്പോൾ ഇതിനോടൊക്കെ നമുക്ക് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു ബിരിയാണിയൊക്കെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർഫ്യൂമിൻ്റെ മണം വരുന്നു. അപ്പോൾ ഒക്കെ നമ്മളത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്റ്റിമുലസും നമ്മളത് ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ മണം എൻജോയ് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ്? നമ്മൾ അതിനോട് ചെയ്യുന്ന റെസ്പോണ്ടാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പല സ്റ്റിമുലസിന് ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് കോർഡിനേഷൻ. ദ വർക്കിംഗ് ടുഗദർ ഓഫ് വേരിയസ് ഓർഗൻസ് ഇൻ ആൻ ഓർഗാനിസം ടു പ്രൊഡ്യൂസ് എ പ്രോപ്പർ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ഈസ് കോൾഡ് കോർഡിനേഷൻ. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൻസ് ഓർഗൻസും ഒരുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്രമല്ല, ഇൻ ആനിമൽസ് ദ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഈസ് ഡൺ ബൈ ദി നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നടത്തുന്ന മെയിൻ ആൾക്കാർ ആരൊക്കെയാണ്? യെസ്, ആരൊക്കെയാണ്? നെർവസ് സിസ്റ്റവും അതേപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റമാണ് ആ ഒരു കോർഡിനേഷന് പിന്നിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ,
ഇനി പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ ആരായിരിക്കും? പ്ലാന്റ് ഹോർമോൺസ് ആയിരിക്കും. പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസ് നമ്മൾ പറയും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്റ്റിമുലസ് ആൻഡ് ദി കോർഡിനേഷൻ. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? സോ നമ്മൾ പറഞ്ഞു, നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള പല സ്റ്റിമുലസിനോടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് നമ്മളെ ഇതൊക്കെ ആ ഒരു സ്റ്റിമുലസ് ഏൽക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സെൻസ് ഓർഗൻസിൽ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് അവിടെ എന്തിനായിരിക്കുന്നതെന്ന് പറയുമോ? യെസ്, ഇവരിയ്ക്കുന്ന എന്തിനാണ്? ഈ സ്പെഷ്യലൈസ്ഡ് സെൽസാണ് ഈ വരുന്ന സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ് ആര്? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിസപ്റ്റേഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? യെസ്, the sense organs which receive the stimuli and pass the message to the brain or spinal cord through the sensory nerves. എന്താണ്? സെൻസ് ഓർഗൻസ് വിച്ച് റിസീവ് ദി സ്റ്റിമുലൈ. സ്റ്റിമുലസിനെ സ്വീകരിക്കുന്ന സെൻസ് ഓർഗൻസിലെ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് എന്തെന്ന് പറയുന്നത്? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, they receive the stimuli and pass the message to the brain or spinal cord. ഇപ്പം നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലൊരു മുള്ളെ കുത്തി, ഞാൻ കാലവിടെ വെച്ചോണ്ടിരിക്കുമോ? ഇല്ല, ഞാൻ വേഗം തന്നെ എൻ്റെ കാല് വലിക്കും അല്ലേ? അപ്പോൾ ആ കാല് എൻ്റെ ആ മുള്ള് കുത്തുമ്പോൾ എനിക്ക് ആ ഒരു പെയിൻ വന്നു. അപ്പം ഞാൻ ഉടനെ കാല് വലിക്കുന്നു. അപ്പോൾ അത് ആര് തരുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ആ കാല് വലിക്കുന്നത്? ആരാണ്? യെസ്, ബ്രെയിനാണ് നമുക്ക് ആ പെയിൻ കിട്ടുമ്പോൾ ആ ഒരു സിഗ്നൽ ബ്രെയിനിലെത്തി അത് പ്രോസസ്സ് ചെയ്യുന്നു. അത് ബ്രെയിനാണ് നമുക്കൊരു റെസ്പോൺസ് തരുന്നത്. നിങ്ങൾ കാല് വലിക്കൂ എന്നുള്ള റെസ്പോൺസ് ആര് തരുന്നു? ബ്രെയിനാണ് തരുന്നത്. സോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ കാല് വലിക്കുന്നു അല്ലേ? സോ ഈ ഒരു റിസപ്റ്റേഴ്സിൻ്റെ റോള് വളരെ വലുതാണ്. ബിക്കോസ് ദേ റിസീവിങ് ദ സ്റ്റിമുലൈ. ഓക്കെ, ആൻഡ് ദേ പാസ് ദ മെസ്സേജ് ടു ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ് ത്രൂ ദി സെൻസറി നെർവുകളിലൂടെയാണ് ഈ ഒരു സിഗ്നൽ പാസ് ചെയ്ത് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു റിസപ്റ്റേഴ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ റിസപ്റ്റേഴ്സ് മെയിൻലി എവിടെയാണ് കാണുന്നത്? യെസ്, നമ്മുടെ സെൻസ് ഓർഗൻസിലാണല്ലോ കാണുന്നത്. സെൻസ് ഓർഗൻസിലാണ് നമുക്ക് ഈ റിസപ്റ്റേഴ്സ് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ ഓരോ സെൻസ് ഓർഗൻസിലും പല പല റിസപ്റ്റേഴ്സാണ് ഉള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഐസിൽ നമുക്കറിയാം, കാഴ്ച അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാക്കുന്ന ആരാണ്? നമുക്ക് കണ്ണുള്ളത്. ഈ കണ്ണിൽ ആരുള്ളതുകൊണ്ടാണ്? കണ്ണിലടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണിലുള്ള ചില റിസപ്റ്റേഴ്സ് ആണ് ഈ വിഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് സാധ്യമാക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐസിലുള്ള റിസപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഫോട്ടോ റിസപ്റ്റേഴ്സ്. സോ ഐസിൽ നമ്മൾക്ക് ആ ഒരു വിഷൻ എന്ന് പറയുന്നത് സാധ്യമാകാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസിലുള്ള റിസപ്റ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തയിലോട്ട് വരുമ്പം, ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കുന്നല്ലേ, ആ പാട്ട് നമുക്ക് ആസ്വാദ്യകരമാകുന്ന എപ്പോഴാണ്? നമ്മുടെ ചെവിയിൽ നമ്മളത് എൻജോയ് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ ആ സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആരാണ്? യെസ്, നമ്മുടെ ഇയറിൽ ആരുണ്ട്? നമ്മുടെ ഇയറിനകത്തുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ പറയുന്ന പേരാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. എന്താണ്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഈ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ് സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ഇയറിലുള്ള പാർട്ടാണ്. നെക്സ്റ്റ് ഈസ് ഡിറ്റക്ട് സ്മെൽ. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു നല്ല പെർഫ്യൂം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നല്ല നമ്മുടെ കിച്ചണിൽ ഒരു പായസമൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ നല്ല നെയ്യുടെയൊക്കെ ഒരു മണം വരും അല്ലേ? അപ്പോൾ ആ ഒരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിന്ന് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് അല്ലേ? അപ്പോൾ ആ ഒരു മണം, ആ ഒരു സ്മെല്ല് നമുക്ക് നമ്മുടെ മൂക്കിൽ വരുന്നത് ആരാണ്? ആ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത് നമ്മുടെ മൂക്കിനുള്ളിലിരിക്കുന്ന റിസപ്റ്റേഴ്സാണ് അല്ലേ? അവരെ നമ്മൾ എന്തെന്ന് പറയും? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നു. ഇവർ എന്താണ്? ടു ഡിറ്റക്ട് സ്മെൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് ഇൻ ദ ടങ് ടു ഡിറ്റക്ട് ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ടങ്കിൽ എന്തുണ്ട്? നമ്മുടെ ടങ്കാണ് ടേസ്റ്റ് ശരിക്കും മനസ്സിലാക്കുന്നത് അല്ലേ? ടേസ്റ്റ് ബഡ്സ് ഒക്കെ നമ്മുടെ ടങ്കിലാണുള്ളത്. അപ്പോൾ
ഈ ടേസ്റ്റ് മനസ്സിലാക്കാനുള്ള റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് എവിടെ ഇരിക്കുന്നു? ടങ്ങിലുണ്ട്. അവർക്ക് പറയുന്ന പേരാണെന്ത്? ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ടാങ്കോ റിസപ്റ്റേഴ്സ്. നമുക്കറിയാം, നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ, സ്കിന്നിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റിമുലസ് നമുക്ക് റിസീവ് ചെയ്ത് തരുന്നത് ആരാണ്? ടാങ്കോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി റിസപ്റ്റേഴ്സ്. സോ ഈ സെൻസ് ഓർഗൻസിലെ എല്ലാം റിസപ്റ്റേഴ്സ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതൊരു ഫാക്ടറിയിൽ നിന്നോ വരുന്ന ആ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന, അതിന് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് റിസപ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. സോ വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്. First one is photoreceptors in the eyes to detect light, and auditory receptors in the ears to detect sound, and olfactory receptors in the nose to detect smell, gustatory receptors in the tongue to detect taste, and the final one is tangoreceptors in the skin to detect touch. Okay, so that's all about the receptors. Next, ഇനി നമ്മൾ കുറച്ചുകൂടെ ആ ഒരു എങ്ങനെയാണോ ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിലെത്തി നമ്മൾ ആ ഒരു റെസ്പോൺസ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളൊരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ളൊരു ഇതാണ്, ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, ഇപ്പോൾ എന്തൊരു സ്റ്റിമുലസ് ആണെങ്കിലും, ഓക്കെ, ഇപ്പോൾ ഒരു ഹീറ്റ് ആണെങ്കിലും കോൾഡ് ആണെങ്കിലും എല്ലാം നമ്മൾ അതിനോട് പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റിമുലസ് വരുന്നു. ഓക്കെ, ആ ഒരു സ്റ്റിമുലസ് ആരായിരിക്കും ആദ്യം റിസീവ് ചെയ്യുന്നത്? ആരായിരിക്കും? യെസ്, റിസപ്റ്റേഴ്സ് ആയിരിക്കും ആരെ റിസീവ് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത്. ഈ റിസപ്റ്റേഴ്സ് എന്നിട്ട് ഈ ഒരു സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റും. എങ്ങനെയുള്ള സിഗ്നലാണ്? ഇലക്ട്രിക്കൽ സിഗ്നലുകളായിട്ട് ഈ റിസപ്റ്റേഴ്സ് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നെർവ്സ് വഴി ഇങ്ങനെ പാസ് ചെയ്ത് എവിടെ എത്തുന്നു? നെർവ്സ് വഴി പാസ് ചെയ്തിട്ട് ബ്രെയിനിലെത്തുന്നു. ബ്രെയിൻ ആണല്ലോ നമ്മുടെ ഇൻഫോർമേഷനൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ആരാണ്? ബ്രെയിൻ ആണല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു സിഗ്നൽ നെർവ്സ് വഴി ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ബ്രെയിനിലെത്തിയിരിക്കുന്നു. സോ ഇനി ബ്രെയിനിൽ നിന്ന് ബ്രെയിൻ ആ ഒരു കാര്യം, ആ ഒരു സ്റ്റിമുലസിന് ഇങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഒരു സിഗ്നലാക്കി നേരെ ഇഫക്റ്റർ ഓർഗൻ. ഇപ്പം നമ്മൾ ഒരു ചൂടുള്ള വസ്തുവിൽ കൈ തൊടുമ്പോൾ നമുക്ക് ആ കൈ എവിടെ നിന്ന് വലിക്കൂ എന്ന് പറഞ്ഞു തരുന്ന ആരാണ്? ബ്രെയിനാണ്. ആ ഒരു മെസ്സേജ് ബ്രെയിൻ നേരെ സിഗ്നലായിട്ട് ഇഫക്റ്റർ ഓർഗൻ എവിടെയാണോ ആ ഒരു ആക്ഷൻ നടക്കേണ്ടത് അവിടെയൊക്കെ നമ്മുടെ ബ്രെയിൻ ആ ഒരു മെസ്സേജ് എത്തിക്കുന്നു. അതിപ്പോൾ ഒരു മസിലാകാം, അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് സെല്ലാകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഇഫക്റ്റർ ഓർഗനിൽ ആ ഒരു മെസ്സേജ് എത്തുന്നു, നമ്മുടെ കൈവേഗം നമ്മൾ വലിക്കുന്നു. സോ അവിടെ ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് കഴിഞ്ഞു. സോറി, എനിക്ക് ചെറിയ ചുമയുണ്ട്. സോ മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഒന്നുകൂടെ മിസ് പറയാം. ആദ്യം സ്റ്റിമുലസ് വരുന്നു. സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ അവിടെ ആരിപ്പുണ്ട്? യെസ്, റിസപ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. റിസപ്റ്റേഴ്സ് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ടത് നെർവ്സ് വഴി നേരെ ബ്രെയിനിലെത്തിക്കുന്നു. ബ്രെയിൻ അത് ആ ഒരു ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്ത് ആ ഒരു ബ്രെയിനിൻ്റെ ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ നേരെ എവിടേക്ക് എത്തിക്കുന്നു? ഇഫക്റ്റർ ഓർഗൻ. അതിപ്പോൾ ഒരു മസിൽ ഫൈബറോ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡുലാർ സെൽസോ എന്തും ആകാം. ഓക്കെ, അതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മുടെ ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ മെയിൻലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദി അതർ വൺ ഈസ് പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ CNS എന്നൊക്കെ ഷോർട്ടായിട്ട് പറയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്. അതുപോലെ പെരിഫറലിനെ PNS എന്നും പറയും. ഓക്കെ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് നമുക്ക് മെയിൻലി ആരെ കാണാൻ പറ്റുന്നത്? നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഇരിക്കുന്നത് എവിടെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണല്ലേ. അപ്പം ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്താണ് നമ്മുടെ ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സ്, ക്രേനിയൽ നെർവ്സ് ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ നെർവ്സ് നമുക്ക് എവിടെയാണ്? സ്പൈനൽ കോഡിലും കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എഴുതിയേക്കാം ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. CNSൽ നമുക്ക്
ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും കാണാം. ഇതിൽ ക്രേനിയൽ നെർവ്സ് എവിടെ കാണുന്നത്? ക്രേനിയൽ നെർവ്സ് നമുക്ക് ബ്രെയിനിലാണ് കാണുന്നത്. ആൻഡ് സ്പൈനൽ നെർവ്സ് എവിടെ കാണുന്നു? സ്പൈനൽ കോഡിൽ. ഓക്കെ. പിന്നെ പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡ്സ് ആണ് കേട്ടോ. അവിടെയാണ് നമുക്ക് ഈ ഗാംഗ്ലിയോൺസും നെർവ്സും ഒക്കെ നമുക്ക് പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. Okay, that's all about the nervous system and the two subdivisions of nervous system. One is central nervous system and the other one is peripheral nervous system. So, നമ്മൾ ഇനി ഇത് പഠിക്കാൻ പോവാണ്. അതിനു മുന്നേ നമുക്ക് ടൈപ്സ് ഓഫ് നെർവ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് മെയിൻലി 3 types of sensory nerves ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെൻസറി നെർവ്സ്. Nerves which carry information from the receptors to the brain and spinal cord. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് നമ്മൾ റിസീവ് ചെയ്ത് അത് നമ്മുടെ റിസപ്റ്റേഴ്സ് അത് റിസീവ് ചെയ്തിട്ട് ഈ ഒരു ഇൻഫോർമേഷൻ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെർവ്സ് ആണ് എന്ത്? സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? നെർവ്സ് വിച്ച് ക്യാരി ഇൻഫോർമേഷൻ ഫ്രം ദ റിസപ്റ്റേഴ്സ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നെക്സ്റ്റ് വൺ ഈസ് മോട്ടോർ നെർവ്സ്. Nerves which carry information from the brain and spinal cord to the effectors. അപ്പം നമ്മൾ ആ ഒരു സ്റ്റിമുലസ് കിട്ടി, ബ്രെയിനിലെത്തി, എനിക്ക് ചൂടെടുക്കുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിലെത്തി. ബ്രെയിൻ അത് ആ ഒരു ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്ത് നീ അവിടെ നിന്ന് കൈ വലിക്കുമെന്ന് പറയണ്ടേ. അപ്പോൾ എന്താണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നെർവ്സ് വിച്ച് ക്യാരി ഇൻഫോർമേഷൻ ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ദി ഇഫക്റ്റേഴ്സ്. അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള ആ ഒരു പ്രോസസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷനെ ക്യാരി ചെയ്ത് ഇഫക്റ്റേഴ്സിലേക്ക് എത്തിക്കുന്ന നെർവ്സാണ് ആര്? മോട്ടോ നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു, അതെവിടെയാണോ ആ ഒരു റെസ്പോൺസ് നടക്കേണ്ടത് ആ ഒരു ഓർഗൻസിനെയാണ് നമ്മൾ ഇഫക്റ്റർ ഓർഗൻസ് എന്ന് പറയുന്നത്. മെയിൻലി അത് മസിൽസ് അല്ലെങ്കിൽ ഗ്ലാൻഡ്സ് ആയിരിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മോട്ടോ നെർവ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇഫക്റ്റേഴ്സ്. Muscles and glands which respond to the information from the brain and spinal cord through the motor nerve. അപ്പം ഈ ബ്രെയിനും സ്പൈനൽ കോഡും കൊടുത്ത ഇൻഫോർമേഷൻ അനുസരിച്ച് റെസ്പോൺസ് കൊടുക്കുന്ന മസിൽസിനെയും ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ പൊതുവെ ഇഫക്റ്റേഴ്സ് എന്നൊരു പേര് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, muscles and glands which respond to the information from the brain and spinal cord through the motor nerve. So, this is the 3 types of nerves. First one is sensory nerves. Nerves which carry information from the receptors to the brain and spinal cord. And the next one is motor nerves. Nerves which carry information from the brain and spinal cord to the effectors, muscles and glands. And the third one is effectors. Muscles and glands which respond to the information from the brain and spinal cord through the motor nerve. Okay. So, that's all about the 3 types of nerves. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ വളരെ മെയിനായിട്ടുള്ളൊരു പോർഷൻ അല്ലെങ്കിൽ മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺ. സോ സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളിപ്പോൾ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാൽ പോലും ഈ ന്യൂറോണിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ന്യൂറോൺ സ്ട്രക്ചറിൽ നിന്നൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. സോ ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. സോ ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോണാണ്. ഈ ഒരു ന്യൂറോൺ ഒരു ടിപ്പിക്കൽ ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മളിനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഈ ഒരു പിക്ചർ കാണാം അല്ലേ. സോ ഇതാണൊരു ടിപ്പിക്കൽ ന്യൂറോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ കുറച്ച് ബ്രാഞ്ചറായിട്ടുള്ള ഇങ്ങനെ ഒരു ഫിലമെൻറ്റ്സ് പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനൊരു സെൽ ബോഡി ഉണ്ടായിരിക്കും. ന്യൂറോണിനൊരു സെൽ ബോഡി ഉണ്ടായിരിക്കും. അതിന് പുറമേ ആയിട്ട് കുറച്ച് ബ്രാഞ്ചറായിട്ടുള്ള ഫിലമെൻറ്റ്സ് ഷോർട്ട് ഫിലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ലോങ് ഫിലമെൻറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിങ്സിൽ എന്താ നെർവ് എൻഡിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആക്സോൺ ടെർമിനൽസ് എന്നൊക്കെ നമ്മൾ പറയും. സോ ഈ ഒരു സെൽ ബോഡിക്കകത്ത് എന്തുണ്ട്?
ന്യൂക്ലിയസ്. ഓഫ് കോഴ്സ് അവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ അബണ്ടൻ്റ് ആയിട്ട് സൈറ്റോപ്ലാസവും നമുക്കുണ്ട് കേട്ടോ. ഇവിടെ തന്നെ സൈറ്റോപ്ലാസവും പല പല ഓർഗനൽസൊക്കെ നമുക്കിവിടെ ഈ സെൽ ബോഡിക്കുള്ളിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ക്ലിയർ അല്ലായിരിക്കും, വേറെ ലാംഗ്വേജ് എഴുതാം. സോ നമുക്ക് ഈ ഒരു ന്യൂക്ലിയസിൻ്റെ ഈ ഒരു ചുറ്റും എന്തുണ്ട്? സൈറ്റോപ്ലാസവും പല പല മെംബ്രെയിൻ ഓർഗനൽസും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സെൽ ബോഡിയുടെ ഒരു ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫിലമെൻറ്റ്സ് ആണ് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ നിൽക്കുന്ന ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫിലമെൻ്റ് ആണ്. പിന്നീട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു സെൽ ബോഡീനെ തന്നെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലോങ് ഫിലമെൻ്റ് ഉണ്ട്. അതാണ് ഇത് ഈ കാണുന്നത്. ഈ കാണുന്ന ആ ഒരു ലോങ് ഫിലമെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആക്സോൺ എന്ന് പറയുന്നു. ആക്സോൺ എന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് കാണാം. അതിനെ നമ്മൾ ആക്സോൺ ടെർമിനൽസ് എന്ന് പറയുന്നു. എന്താണ്? അല്ലെങ്കിൽ നെർവ് എൻഡിങ്സ് അല്ലെങ്കിൽ ആക്സോൺ ടെർമിനൽസ് എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ നോക്കുക, ഇവിടെ ഈ ഒരു ആക്സോണിനെ ചുറ്റി എന്തുണ്ട്? ആക്സോണിനെ ചുറ്റി ഒരു ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുള്ളത്. ഈ ഒരു സ്ട്രക്ചർ അല്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നു. എന്താണ്? മൈലിൻ ഷീത്ത് എന്ന് നമ്മൾ ഈ ബ്ലോക്ക് പോലുള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് ഷ്വാൻ സെൽസ് എന്ന് പറയുന്നൊരു സെൽസ് വെച്ചിട്ടാണ് ഈ ഒരു മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത്. ഷ്വാൻ സെൽസ്. ഇത് അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഷ്വാൻ സെൽസ് നമുക്കറിയാം, നമ്മുടെ സെൽസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ടിഷ്യൂസ് കൂടിയിട്ട് ഓർഗൻ സിസ്റ്റം അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടായിരിക്കുന്നത് ഈ ഷ്വാൻ സെൽസ് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഷ്വാൻ സെൽസുകൾ ഇങ്ങനെ കൂടിയാണ് ഇതെങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്? ഒരു മൈലിൻ ഷീത്തായിട്ടും മാറിയിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, മൈലിൻ ഷീത്ത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ നോഡ് ഓഫ് റാൻവീർ എന്ന് പറയുന്നത് ഈ ബ്ലോക്സിനിടയിലുള്ള ഈ മൈലിൻ ഷീത്തിനിടയിലുള്ള ഒരു ചെറിയ ഒരു പോർഷനെയാണ് നമ്മൾ നോഡ് ഓഫ് റാൻവീർ എന്ന് പറയുന്നത് കേട്ടോ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഷ്വാൻ സെൽസും മൈലിൻ ഷീത്തും അതിൻ്റെതായ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആൻഡ് ഈ മൈലിൻ ഷീത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മൈലിൻ ഷീത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഇമ്പൾസസ് വരുമ്പോൾ അതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്സിലറേറ്റ് ചെയ്യാൻ മീൻസ് നന്നായിട്ട് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമ്പൾസസ് വേഗം ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൈലിൻ ഷീത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വേണ്ട ന്യൂട്രിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ മൈലിൻ ഷീത്ത് ഒരു പ്രൊട്ടക്ടറായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഇവിടെ ഈ ഒരു ഇതിനെ സെൽസിന് ഇങ്ങനെ ആക്സോണിനെ ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇൻസുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിസിറ്റി കടത്തി വിടാത്തവരെയല്ലേ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകാതെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മാത്രമല്ല ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? നമ്മുടെ നെർവ് ഇമ്പൾസസിൻ്റെ ഈ ഒരു ട്രാൻസ്മിഷനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാനവിടെ അതിൻ്റെ റോളൂടെ എഴുതി വെക്കാം. Significance of myelin sheath. First one is it accelerates impulses. Then supplies oxygen and
nutrients. Act as a protector, act as an insulator for the protection. സോ ഈ ഒരു മൈലിൻ ഷീത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന് എന്താണ്, ഇത് നമ്മുടെ ഇമ്പൾസസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു, പിന്നെ ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാടി പോകാണ്ട് ഇതിങ്ങനെ എന്താണ് ഒരു പ്രൊട്ടക്ടറായിട്ട് നമ്മുടെ മൈലിൻ ഷീത്ത് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് പറഞ്ഞേ? യെസ്, ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ആക്സോൺ ടെർമിനൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ന്യൂറോണിൻ്റെ ഏറ്റവും നെർവ് എൻഡിങ്സിലായിട്ടാണ് കാണുന്നത്. ആൻഡ് സെൽ ബോഡി, നമ്മൾ ഈ സെൽ ബോഡീനെ നമ്മൾ മറ്റൊരു പേരോടെ വിളിക്കും സൈറ്റോൺ. സൈറ്റോൺ എന്നിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതിനകത്ത് എന്താണുള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ആൻഡ് ദെൻ ഡെൻഡ്രൈറ്റ്സ് റിസീവ് ഇമ്പൾസസ് ഫ്രം അതർ ന്യൂറോൺസ്. അപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു സ്റ്റിമുലസ് കിട്ടുന്നു, ആ സ്റ്റിമുലസിൻ്റെ ആ ഒരു ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ന്യൂറോണിൻ്റെ പാർട്ടാണ് ആര്? ഡെൻഡ്രൈറ്റ്. ആദ്യം തന്നെ ഈ ഒരു ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ആളാരാണ്? ഈ ഡെൻഡ്രൈറ്റ്സ് ആണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പൾസ് ന്യൂറോൺസിലൂടെ നേരെ എങ്ങോട്ടേക്ക് ക്യാരി ചെയ്യും? നേരെ സെൽ ബോഡിയിൽ നിന്ന് അടുത്ത ആളാരാണ്? നമ്മുടെ ലോങ് ഫിലമെൻ്റ് ആയിട്ടുള്ള ആക്സോണിലേക്ക് അത് ക്യാരി ചെയ്ത് പോകുന്നു. ഓക്കെ, എന്നിട്ട് മൈലിൻ ഷീത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻസുലേറ്റ്സ് ആൻഡ് സ്പീഡ്സ് അപ്പ് ഇമ്പൾസ് കണ്ടക്ഷൻ. ഇമ്പൾസ് കണ്ടക്ഷനെ ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ഇമ്പൾസ് നേരെ ആക്സോൺ വഴി എത്തുന്നു, അത് കഴിഞ്ഞ് നേരെ അത് നെർവ് എൻഡിങ്സിലേക്ക് പോകുന്നു. So this is the typical structure of a neuron and it's very very important. Okay, and നമ്മൾ ഇതിൻ്റെ ഓരോരോ പാർട്സും അതിൻ്റെ ഫംഗ്ഷനും ഇതിൻ്റെ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ഏതാണ്, ഷോർട്ടസ്റ്റ് ഫിലമെൻ്റ് ഏതാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത് കേട്ടോ. ന്യൂറോൺ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഇവിടെ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. The junction between two neurons is called synapse. The junction between two neurons is called synapse. So, ഇവരുടെ പറയുന്നു ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഈ സിനാപ്സ് ഈ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രക്ചറാണോ? ഒരു സിംഗിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്ട്രക്ചർ മാത്രമാണോ ന്യൂറോൺ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓഫ് നെറ്റ്വർക്കാണ്. ഇതൊരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്നുണ്ട്. ഒരു ന്യൂറോണിനെ കണക്ട് ചെയ്ത് തന്നെ അടുത്തടുത്ത് ഓരോരോ ന്യൂറോൺസ് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? സോ അതിനെ ഒരു നെറ്റ്വർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അവിടെയാണ് നമ്മൾ ഈ ഒരു സിനാപ്സിന് ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ്? ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസിനിടയിലുള്ള ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സിനാപ്സ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, എന്താണ് സിനാപ്സ്? സിനാപ്സ് ഇസ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലർ സെൽ. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്ന മെയിനായിട്ട് നമുക്ക് പറയാം രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ഒരു ജംഗ്ഷനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നു. ആൻഡ് ഒരു മസിൽ സെല്ലും ഒരു ന്യൂറോണിനും ഇടയിലും ഉണ്ട് ഒരു ജംഗ്ഷൻ. അതുപോലെ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലർ സെല്ലിനും ഇടയിലും നമുക്കിതുപോലെ സിനാപ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ when electrical impulses from the axon reach the synaptic knob, certain chemical substances are secreted from there to synaptic cleft, and these chemical substances are called neurotransmitters. Okay, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു നമ്മുടെ ആക്സോണാണ് ഇത് കൺസിഡർ ചെയ്യുക. ആക്സോണിൽ നിന്ന് നമ്മൾ നേരെ അതിൻ്റെ ഒരു
ഇത് അതിൻ്റെ ഏറ്റവും എൻഡായിട്ടുള്ള പോർഷനാണ് സിനാപ്റ്റിക് നോബ് എന്ന് നമ്മളിവിടെ പറയും. സിനാപ്റ്റിക് നോബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആക്സോൺ വഴി ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് എവിടെ എത്തി? ഈ ഒരു സിനാപ്റ്റിക് നോബിലെത്തി. ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനിടയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പം നമുക്കിവിടെയും ഒരു ന്യൂറോൺ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ട് ന്യൂറോണിനിടയിലും ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഒരു ജംഗ്ഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു ജംഗ്ഷൻ, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. ഈ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ഏരിയയ്ക്ക് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നു. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഏരിയനെയാണ് പറയുന്നത്. ഇതൊരു ന്യൂറോണ്, മറ്റൊരു ന്യൂറോണ്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഒരു ജംഗ്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സിനാപ്സ് എന്ന് വിളിക്കുന്നു. ഇതിനകത്തുള്ള ഈ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഇതിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നും പറയുന്നു. ഓക്കെ, so when electrical impulses from the axon reach the synaptic knob, a certain chemical substances are secreted from there to synaptic cleft. ഇവിടെ എന്താണ് പറയുന്നത്? certain chemical substances are secreted from the synaptic cleft. എന്തോ ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഈ ഒരു നമ്മുടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് ഈ ഒരു നോബിലെത്തിക്കഴിഞ്ഞ് നേരെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റോള് വളരെ വലുതാണ്. അതെന്ന് പറയുന്നത് കെമിക്കലായിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? ദേ സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ആർ ജനറേറ്റഡ്. നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇതൊരു ആക്സോൺ ടെർമിനലാണ്. ഈ ആക്സോൺ ടെർമിനലിനകത്ത് ആരുണ്ട്? അതുകൂടാതെ സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നവരെയാണ് നമ്മൾ സിനാപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനാപ്റ്റിക് വെസിക്കിൾസിലാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ടുള്ള ആരിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇരിക്കുന്നത് ഈ ഒരു വെസിക്കിൾസിനുള്ളിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെർവ് ഇമ്പൾസ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? ഈ കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ടുള്ള ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്ലാസ്മ മെമ്പറൈനുമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുന്നു. പ്ലാസ്മ മെമ്പറൈനുമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെട്ടിട്ട് നേരെ ഇത് തുറന്ന് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നേരെ ഇങ്ങോട്ടേക്ക് റിലീസാകുന്നു? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസാകുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു ഇവിടെ അതായത് അവിടെ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ ഈ ഒരു സിനാപ്റ്റിക് നോബിൽ എത്തിയപ്പോൾ അത് എന്തായി മാറി? അതൊരു കെമിക്കൽ സിഗ്നലായിട്ട് മാറി. കാര്യം അത് അവിടെ അസറ്റൈൽ കോളിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ട് അതൊരു കെമിക്കൽ സിഗ്നലായിട്ട് മാറി. ഓക്കെ, ഇവിടെ നമുക്കൊരു ആ ഒരു സിഗ്നൽ കൺവേർഷനും നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് വന്നത് ഇവിടെ സിനാപ്റ്റിക് നോബിൽ എത്തിയപ്പോൾ അത് എന്തായിട്ട് മാറി? കെമിക്കൽ സിഗ്നലായിട്ട് മാറി. ഈ കെമിക്കൽ സിഗ്നലിനെ നേരെ നമ്മൾ ഈ ഒരു ഇങ്ങോട്ട് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങോട്ട് റിലീസാവുന്നു, സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസാവുന്നു. അതിനെ നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ആ ഒരു ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ആ ഡെൻഡ്രൈറ്റിൽ നിന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലാകുന്നു, പിന്നീട് അത് കെമിക്കലാകുന്നു, പിന്നെ അടുത്ത ന്യൂറോണിലേക്ക് ചെല്ലുമ്പോൾ അത് വീണ്ടും ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാകുന്നു, കെമിക്കലാകുന്നു. ഇങ്ങനെ ഇത് നെർവ് ഇമ്പൾസസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ദേ സ്റ്റിമുലേറ്റ് ദി അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആർ ജനറേറ്റഡ്. ആൻഡ് അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമൈൻ ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? അസറ്റൈൽ കോളിനും ഡോപ്പമൈനും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. എന്തിൻ്റെ? ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്തായിട്ട് മാറുന്നുണ്ട്? കെമിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദിസ് കെമിക്കൽ സബ്സ്റ്റൻസസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, സോ ഈ ഒരു സിനാപ്സ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്. Synapse is the junction between two neurons or a neuron and a muscle cell or a neuron and a glandular cell. And when electrical impulses from the axon reach the synaptic knob, certain chemical substances are secreted from there to synaptic cleft. And these chemical substances are called neurotransmitters. They stimulate the adjacent dendrite or cell and new electrical impulses are generated.
ആൻഡ് അസറ്റൈൽകോളിൻ ആൻഡ് ഡോപ്പമൈൻ ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ സിനാപ്സ്, പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റോള്. ഇതൊക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് തന്നെ ഈ ഒരു പോർഷൻസ് ഒക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. A neuromuscular junction is the point of contact between a motor neuron and a muscle fiber. It is where the nerve impulse is transmitted from the neuron to the muscle, causing the muscle to contract. ഇവിടെ നമുക്കൊരു ഡയഗ്രാം കാണാം അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആക്സോണിൽ നിന്നുള്ള നെർവ് ഇമ്പൾസ് നേരെ ന്യൂറോൺ എൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നെർവ് ടെർമിനൽസിൽ എത്തിക്കഴിഞ്ഞ് അവിടെ സെമിനൽ വെസിക്കിൾസിലുള്ള എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ടൊക്കെ ഫ്യൂസ് ചെയ്യുന്നു. അത് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നു. അത് അടുത്തുള്ള ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നീട് അത് വീണ്ടും ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ കൈ നമ്മളിപ്പോൾ ഒരു ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റിൽ തൊടുമ്പോൾ നമ്മൾ ഒരിക്കലും അത് അവിടെ കൈ വെച്ചുകൊണ്ടിരിക്കില്ല, വേഗം തന്നെ നമ്മളത് വലിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ആ കൈ വലിക്കുന്നു, ആ ഒരു ആക്ഷൻ ചെയ്യുന്നത് മെയിൻലി ആരാണ് ചെയ്യുന്നത്? നമ്മുടെ മസിൽസ് ആണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മസിൽ ഫൈബറാണ് മെയിൻലി ആ ഒരു ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് ബ്രെയിൻ ആ പ്രോസസ്സ് ചെയ്ത് നീ അവിടുന്ന് കൈ വലിക്കൂ എന്ന് പറയുന്ന ആ ഒരു ഇൻഫോർമേഷൻ നേരെ എത്തിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ മസിൽ ഫൈബറിലേക്കാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അവിടുന്ന് കൈ വലിക്കുന്നത് അല്ലേ. സോ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഒരു ന്യൂറോണൽ സ്ട്രക്ചർ വരച്ചു. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്തുണ്ട്? കുറേ മസിൽ ഫൈബർ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഇതൊക്കെ മസിൽ ഫൈബറാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ഒരു സിഗ്നൽ എന്താണ് കിട്ടിയിട്ട് നേരെ ഈ മസിൽസ് എന്ത് ചെയ്യുന്നു? ആ റെസ്പോൺസായിട്ട് കൈ വലിക്കുന്നു. അപ്പോൾ അതിനിടയിലുള്ള ഈ ന്യൂറോണിൻ്റെയും ഈ ഒരു മസിൽ ഫൈബറിൻ്റെയും, ഇതൊരു മസിൽ ഫൈബറാണ്, ഈ ഒരു മസിൽ ഫൈബറിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ഓക്കെ, മനസ്സിലായോ? അതാണ് ഈ പറയുന്നത്. എ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ഇസ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ആൻഡ് എ മസിൽ ഫൈബർ. It is where the nerve impulse is transmitted from the neuron to the muscle, causing the muscles to contract. Okay, so that's all about the neuromuscular junction. Next is reflex action. എന്താണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഈ ഒരു ടേം റിഫ്ലക്സ് എന്ന് പറയുന്നത്? റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു സഡൻ ആയിട്ടുള്ളൊരു റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഒരു സഡൻ ആയിട്ട് നടക്കുന്നൊരു കാര്യത്തിനാണ് നമ്മൾ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ റിഫ്ലക്സ് ആക്ഷൻ ഈസ് ആൻ ഓട്ടോമാറ്റിക്, ക്വിക്ക് ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് വിത്തൗട്ട് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് കോൺഷ്യസ് ബ്രെയിൻ. Without the involvement of conscious brain, and it helps protect the body from harm or injury. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്വിക്ക് ഇൻവോളണ്ടറി റെസ്പോൺസ് ആണ്. ഇൻവോളണ്ടറി, നമ്മുടെ ബോഡിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഇൻവോളണ്ടറി റെസ്പോൺസ് ആണ് എന്തിനോടുള്ളത്? ഒരു സ്റ്റിമുലസിനോടുള്ളത്. ഇവിടെ ആക്ച്വലി ആരും ഇൻവോൾവ് ആകുന്നില്ല. ബ്രെയിൻ, ആ ഒരു ബ്രെയിനിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ ആവശ്യം ഈ റിഫ്ലക്സ് ആക്ഷനിലില്ല. അത് മാത്രമല്ല, ഈ ഒരു ആക്ഷൻ നമ്മുടെ ബോഡീനെ പല പല മോശമായ കണ്ടീഷനിൽ നിന്നും അല്ലെങ്കിൽ ഇഞ്ചറീസിൽ നിന്നും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പല പല എക്സാമ്പിൾസ് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ റിഫ്ലക്സ് ആയിട്ട് നടക്കുന്ന ഒരുപാട് ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ്? വിത്ഡ്രോയിങ് ഹാൻഡ് ഫ്രം എ ഹോട്ട് ഒബ്ജക്റ്റ്. പെട്ടെന്ന് നമ്മൾ കൈ ഇങ്ങനെ ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരിക്കുകയോ ഇല്ല, സഡനായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കൈ വലിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ഒരു റിഫ്ലക്സ് ആക്ഷനായിട്ട് പറയാം. അതുപോലെ തന്നെ ബ്ലിങ്കിങ് വെൻ സംതിങ് കംസ് ക്ലോസ് ടു ദ ഐസ്. ഇപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് കണ്ണിലേക്ക് എന്തെങ്കിലും ഈച്ചയോ പൊടി എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് ബ്ലിങ്ക് ആയാലും നമ്മൾ കണ്ണൊക്കെ നടക്കത്തില്ലേ. അപ്പോൾ അതെന്താണ്? ഈ ഒരു ബ്ലിങ്കിങ്ങും എന്തിൻ്റെ ഫലമായിട്ടുള്ളതാണ്? ഈ ഒരു റിഫ്ലക്സ് ആക്ഷൻ്റെ ഫലമായിട്ടുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്നീസിങ്. സ്നീസിങ് എന്താണ്? തുമ്മുന്നത് അല്ലേ. ഇപ്പോൾ അത് അലർജൻസ് അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലർജിക് ആയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ തുമ്മിക്കൊണ്ടേ ഇരിക്കും അല്ലേ. ഇപ്പോൾ ഈ അലർജി അല്ലെങ്കിൽ ഈ ഒരു സ്നീസിങ് എന്നൊക്കെ പറയുന്നത് പാർട്ട് ഓഫ് എന്താണ്? റിഫ്ലക്സ് ആക്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ സ്നീസിങ്, ബ്ലിങ്കിങ് ഓഫ് ഐ അല്ലെങ്കിൽ വിത്ഡ്രോയിങ് ഹാൻഡ് ഫ്രം എ ഹോട്ട് ഒബ്ജക്റ്റ്, ഇതെല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ എക്സാമ്പിൾസ് ഫോർ റിഫ്ലക്സ് ആക്ഷൻ. ഇപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ ഒരാൾ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു മുള്ള കണ്ടു, മുള്ള കുത്തിയപ്പോൾ ഉടനെ തന്നെ കാല് വലിക്കുകയാണല്ലേ. അതുപോലെ തന്നെ
ഇവിടെ കണ്ടോ ഒരാൾ തുമ്മുന്ന നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുമ്മിയേക്കാന്ന് പറയുന്നുണ്ട്. ഇല്ല, പെട്ടെന്ന് സഡനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് നമുക്ക് പറയാൻ പറ്റും, ഈ റിഫ്ലക്സ് ആക്ഷന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഈ സ്നീസിങ്ങും ഇതുപോലെ സഡൻ വിഡ്രോവൽ ഓഫ് ലെഗ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് റിഫ്ലക്സ് ആക്ഷന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ മെയിനായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണ്, ഈ റിഫ്ലക്സ് ആക്ഷനൊക്കെ മെയിൻലി വർക്ക് ചെയ്യുന്നത് ത്രൂ മജോറിറ്റി ഓഫ് ദ റിഫ്ലക്സ് ആക്ഷൻ ഈസ് വർക്ക് ത്രൂ സ്പൈനൽ കോഡാണ് കേട്ടോ. കാര്യം ഇവിടെ ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഓഫ് ബ്രെയിൻ ഇവിടെ അത്ര ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഇല്ല. ബിക്കോസ് ഇതെന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്വിക്ക് ഇൻവോളണ്ടറി റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് പ്രൊട്ടക്ട് ദി ബോഡി ഫ്രം ഹാം ഓർ ഇഞ്ചുറി. നമ്മുടെ ബോഡീനെ എന്തെങ്കിലും ഹാമിൽ നിന്നോ ഇഞ്ചുറിയിൽ നിന്നോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിഫ്ലക്സ് ആക്ഷൻ ചെയ്യുന്നത് വഴി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി റിഫ്ലക്സ് ആക്ഷൻ. നെക്സ്റ്റ് ഈസ് റിഫ്ലക്സ് ആർക്ക്. എന്താണ് ഈ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്? അതായത് ഈ ഒരു ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന ആ ഒരു പാത്വേ, അതിനെയാണ് നമ്മൾ ആക്ച്വലി റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ദ പാത്വേ ത്രൂ വിച്ച് നെർവ് ഇമ്പൾസസ് ട്രാവൽ ഡ്യൂറിങ് എ റിഫ്ലക്സ് ആക്ഷൻ. ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഈ നെർവ് ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്വേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ റിസപ്റ്റേഴ്സ്, ഇപ്പോൾ ഒരു ചൂടുള്ള ഒരു വെള്ളത്തിൽ നമ്മൾ കൈ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഹീറ്റ് അല്ലെങ്കിൽ പെയിൻ, അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ് അത് മനസ്സിലാക്കി. എന്നിട്ട് നേരെ അത് സെൻസറി ന്യൂറോൺസിലേക്ക് എത്തിക്കുന്നു. സെൻസറി ന്യൂറോൺ വഴി മോട്ടോ ന്യൂറോണിലേക്ക് എത്തുന്നു, റിലേ ന്യൂറോൺ, ദെൻ ടു ഇഫക്റ്റർ. അതായത് നമുക്കറിയാം കയ്യിൽ ചൂടേൽക്കുമ്പോൾ നമ്മുടെ മസിൽസ്, നമ്മുടെ കൈയാണ് വേഗം വലിക്കുന്നത് അല്ലേ, അപ്പോൾ നമ്മൾ മസിൽസ് വേഗം അവിടെ നിന്ന് മാറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആദ്യം സ്റ്റിമുലസ് ഉണ്ടാകുന്നു. സ്റ്റിമുലസിനെ ആര് റിസീവ് ചെയ്യുന്നു? റിസപ്റ്റർ. ഇമ്പൾസ്, സെൻസറി ന്യൂറോൺ, then relay neuron, motor neuron, and finally to effector organ, and response occurs. ഓക്കെ, ഇങ്ങനെയാണൊരു റിഫ്ലക്സ് ആർക്ക് പോകുന്നത്. ആദ്യം നമുക്കൊരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു, ഇപ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൽ ആ ഒരു സെൻസേഷൻ, ആ ഒരു പെയിൻ സെൻസേഷൻ കിട്ടുന്നു. റിസപ്റ്റേഴ്സ് അതിനെ ആ ഒരു സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു. ആ ഒരു ഇമ്പൾസ് നേരെ സെൻസറി ന്യൂറോണിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നേരെ റിലേ ന്യൂറോണിലേക്ക് പോകുന്നു. ദെൻ ടു മോട്ടോ ന്യൂറോൺ. മോട്ടോ ന്യൂറോണിൽ നിന്നത് എവിടെയാണത് ആക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഓർഗനാണോ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ആ ഒരു ഓർഗനായിട്ടുള്ള ഇഫക്റ്റഡ് ഓർഗനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ റെസ്പോൺസ് കിട്ടുന്നു. സോ ഇതാണ് ദ പാത്വേ ത്രൂ വിച്ച് നെർവ് ഇമ്പൾസസ് ട്രാവൽ ഡ്യൂറിങ് എ റിഫ്ലക്സ് ആക്ഷൻ ഈസ് കോൾഡ് ദി റിഫ്ലക്സ് ആർക്ക്. അപ്പോൾ റിഫ്ലക്സ് ആർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ആൻഡ് ഈ ഒരു സെൻസറി ന്യൂറോൺ, റിലേ ന്യൂറോൺ, മോട്ടോ ന്യൂറോൺ നമ്മൾ വരും സ്ലൈഡിൽ പറയുന്നുണ്ട്. സോ ഇവിടെ ന്യൂറോണിനെ ബേസിക്കലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് സെൻസറി ന്യൂറോൺ, മോട്ടോ ന്യൂറോൺ ആൻഡ് റിലേ ന്യൂറോൺ. ഓക്കെ, സോ സെൻസറി ന്യൂറോൺ എന്ന് പറയുമ്പോൾ ദേ ക്യാരി ഇൻഫോർമേഷൻ. നമ്മൾ ഓൾറെഡി നേരത്തെ സെൻസറി നെർവ്സ്, മോട്ടോ നെർവ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് ദേ ക്യാരി ഇൻഫോർമേഷൻ ഫ്രം ദി സെൻസ് ഓർഗൻസ് ടു ബ്രെയിൻ. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റിൽ തൊട്ട് ചെയ്യുമ്പോൾ ആ പെയിൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റിമുലസ് നേരെ ബ്രെയിനിലേക്കും അതുപോലെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിൽ നിന്ന് ബ്രെയിനിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ആര്? ഈ ഒരു സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. മോട്ടോ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ദേ ക്യാരി ഇൻഫോർമേഷൻ ഫ്രം ദ ബ്രെയിൻ സെൽസ് ടു ദി ഇഫക്റ്റർ ഓർഗൻ. അപ്പോൾ ബ്രെയിന് വന്ന ആ ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്ത് നീ അവിടെ നിന്ന് കൈവലിക്കുക, ആ ഒരു ഇൻഫോർമേഷൻ തിരിച്ച് നമ്മുടെ ഇഫക്റ്റർ ഓർഗനിലേക്ക് കൊടുക്കാൻ ആ ഒരു ഇൻഫോർമേഷൻ ക്യാരി ചെയ്ത് ഇഫക്റ്റർ ഓർഗന് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് ആര്? മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. പിന്നെ റിലേ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ദേ ക്യാരി ഇൻഫോർമേഷൻ ഫ്രം ദ സെൻസറി ന്യൂറോൺ ടു മോട്ടോ ന്യൂറോൺ. സെൻസറി ന്യൂറോണിനും മോട്ടോ ന്യൂറോണിനൊക്കെ ഇടയിലായിട്ട് കാണുന്ന ഒരു ന്യൂറോണാണ്. നമ്മൾ ഇതിനെ ഇൻ്റർ ന്യൂറോൺ എന്നും പറയുന്നുണ്ട് കേട്ടോ, ഇൻ്റർ ന്യൂറോൺ.
ഈ സെൻസറി ന്യൂറോണിൽ നിന്ന് ഈ റിലേ ന്യൂറോൺ വഴി നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു, മോട്ടോ ന്യൂറോണിലേക്ക് കൊടുക്കുന്നു. അതാണ് പറയുന്നത് ദേ ക്യാരി ഇൻഫോർമേഷൻ ഫ്രം ദി സെൻസറി ന്യൂറോൺ ടു മോട്ടോർ ന്യൂറോൺസ്. ഓക്കെ, സോ ഈ 3 ടൈപ്പ് ഓഫ് ന്യൂറോൺസ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? റിഫ്ലക്സ് ആർക്കിൽ ഈ ഒരു 3 ന്യൂറോൺസും വരുന്നുണ്ട്. വൺ ഈസ് സെൻസറി ന്യൂറോൺ, മോട്ടോ ന്യൂറോൺ ആൻഡ് റിലേ ന്യൂറോൺ. ഓക്കെ, ഒരാൾ ഇൻഫോർമേഷൻ ബ്രെയിനിലേക്ക് കൊണ്ട് കൊടുക്കുന്നു, മറ്റേ ന്യൂറോൺ മോട്ടോ ന്യൂറോൺ ആ ഒരു ഇൻഫോർമേഷൻ നേരെ ഇഫക്റ്റർ ഓർഗനിലേക്ക് എത്തിക്കുന്നു. അതുപോലെ റിലേ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഈ 2 ന്യൂറോണുകളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂറോണാണ്. ഓക്കെ, so that's all about the types of neurons. Next is central nervous system. So central nervous system consists of the brain and spinal cord. Already നമുക്കറിയാം brain and spinal cord വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. And the brain is covered by cranium and spinal cord is covered by vertebral column. അപ്പോൾ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ആരാണ്? ക്രേനിയം ആണ്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന ആളാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ബോത്ത് ആർ സറൗണ്ടഡ് ബൈ എ 3 മെംബ്രെയിൻ ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂസ് കോൾഡ് മെനിഞ്ചസ്. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു 3 ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. ആ ഒരു 3 ലെയേർഡ് മെംബ്രെയിനെ പറയുന്ന പേരാണെന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. മെനിഞ്ചസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ, സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഓരോരോ പാർട്സുകൾ, അതിൻ്റെ ഓരോരോ റോളുകൾ ഒക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ നമ്മുടെ ബ്രെയിനെ സ്പൈനൽ കോഡിനൊക്കെ ഒരു 3 ലെയർഡ് മെംബ്രെയിൻ വെച്ച് ഇങ്ങനെ ആവരണം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു 3 ലെയർഡ് മെംബ്രെയിനാണ് ആ ഒരു ഇതിന് പറഞ്ഞ പേരാണെന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 3 ലെയർഡ് മെംബ്രെയിൻ ആണ്. First one is dura mater, outermost membrane of the brain or meninges. outermost membrane ആണ് ഡ്യൂറ മാറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഡ്യൂറ മാറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മിഡിൽ മെംബ്രെയിൻ നമ്മൾ അരാക്നോയിഡ് എന്ന് പറയുന്നു. ഇതാണ് അരാക്നോയിഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഡ്യൂറ മാറ്റർ എന്ന് പറയുന്ന ഏറ്റവും പുറമേ കാണുന്ന ഔട്ടർ മെംബ്രെയിൻ ആണ്. അരാക്നോയിഡ് എന്ന് പറയുന്നത് മിഡിൽ കാണുന്ന മെംബ്രെയിൻ ആണ്. ആൻഡ് പയാമാറ്ററിനെ എന്ന് പറയുന്ന ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് കാണുന്ന മെംബ്രെയിൻ നമ്മൾ പയാമാറ്റർ എന്ന് പറയുന്നു. അപ്പോൾ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു 3 ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബ്രെയിനും സ്പൈനൽ കോഡിനും ഒന്നുകൂടെ ഉള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, so the space between the membranes is filled with a fluid called cerebrospinal fluid. So the space between the membranes is filled with a fluid called cerebrospinal fluid that protects the brain from mechanical shocks. അപ്പോൾ ഈ ഒരു മെംബ്രെയിനൊക്കെ ഇടയിലുള്ള മേടയിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അതർവൈസ് കോൾഡ് CSF എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെന്താണ്? ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിനെയൊക്കെ പല എന്താണ് മെക്കാനിക്കൽ ഷോക്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡാണ് എന്ത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു മെംബ്രെയിൻസിൻ്റെ സ്പേസിനിടയിലൊക്കെയാണ് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന് വേറെയും റോളുകളുണ്ട്. നമ്മുടെ പ്രഷർ ബാലൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒരു നറിഷ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ബ്രെയിനിനെ പല എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ്. നമ്മൾ ഇൻ ഡീറ്റെയിൽ ഇനി അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഫസ്റ്റ് വൺ ഈസ് ഫോർ ബ്രെയിൻ. അപ്പം മെയിൻലി നമ്മുടെ ഈ ബ്രെയിനിനെ 3 റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോർ ബ്രെയിൻ, രണ്ടാമതായിട്ട് മിഡ് ബ്രെയിൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ബ്രെയിൻ എന്താണെന്നുള്ളതാണ്. ഫോർ ബ്രെയിന് മെയിൻലി 3 പാർട്സ് ആണുള്ളത്: സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. സോ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഈ സെറിബ്രത്തെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത് കേട്ടോ. സെറിബ്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെറിബ്രം ആണ് കേട്ടോ. സെറിബ്രം ഇസ് ദി ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഓക്കെ,
and largest and most developed part of the brain. Okay, and the cerebrum controls intelligence, memory, learning, reasoning, emotions and voluntary actions like writing, walking or speaking. അപ്പോൾ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മ, നമ്മുടെ ആ ഒരു പഠിക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ എന്താണ് റീസണിങ്, നമ്മുടെ ഇമോഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് റിയാക്ഷനെയും അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനെയൊക്കെ ഇങ്ങനെയുള്ള എല്ലാ വോളണ്ടറി ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ ഒരു പാർട്ടാണ് ആര്? സെറിബ്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെറിബ്രം കൺട്രോൾ ചെയ്യുന്നതുള്ളത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിക്കണം. ഇൻ്റലിജൻസ്, മെമ്മറി, ലേണിംഗ്, റീസണിങ്, ഇമോഷൻസ്, വോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള റൈറ്റിംഗ്, വോക്കിംഗ്, സ്പീക്കിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ സെറിബ്രമാണ്. സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് ദ തലാമസ്. തലാമസ് ആക്ട്സ് as a relay center. Thalamus acts as a relay center passing sensory information to the cerebrum. അപ്പം നമ്മുടെ സെൻസറി ഇൻഫോർമേഷനൊക്കെ അവിടെ നിന്ന് പാസ് ചെയ്ത് സെറിബ്രത്തിലേക്കൊക്കെ എത്തിക്കുന്ന ആളാണ് അത് തലാമസ്. അതുകൊണ്ടാണ് അതിനൊരു റിലേ സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് കൺട്രോൾസ് ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഹോർമോൺ സെക്രീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് വിശപ്പ്, ദാഹം, സ്ലീപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഹോർമോൺ സെക്രീഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ഇതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഫോർ ബ്രെയിനിൽ? സെറിബ്രം വരുന്നുണ്ട്, തലാമസ് വരുന്നുണ്ട്, ഹൈപ്പോതലാമസ് വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് സെറിബ്രം എന്ന് പറയുന്നത്. പിന്നെ ഹൈപ്പോതലാമസ് ഇതുണ്ടോ, തലാമസിന് ഏറ്റവും കുറച്ച് താഴെയായിട്ടാണ് എന്നുള്ളത് ഹൈപ്പോതലാമസ് ഉള്ളത്. അപ്പോൾ ഇത്രയും സെറിബ്രവും ഹൈപ്പോതലാമസും തലാമസും കൂടെ ചേർന്നാണ് എന്ത് നമ്മുടെ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോർ ബ്രെയിൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മിഡ് ബ്രെയിൻ. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അപ്പം ഈ മിഡ് ബ്രെയിൻ മെയിനായിട്ട് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഫോർ ബ്രെയിനിനും ഹൈൻഡ് ബ്രെയിനിനും ഇടയിലായിട്ടാണ് മിഡ് ബ്രെയിൻ കാണുന്നത്. ഇത് നമ്മുടെ ഐസിൻ്റെയും ഹെഡിൻ്റെയൊക്കെ റിഫ്ലെക്സ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ് ആര്? നമ്മുടെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈറ്റിനോടും സൗണ്ടിനോടും ഒക്കെ നമ്മുടെ ഐസും ഹെഡും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് ഇതൊക്കെ ഒരു റിഫ്ലെക്സ് മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ് ആര്? മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇറ്റ് ഹെൽപ്സ് ഇൻ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി റിഫ്ലെക്സസ് ലൈക്ക് ടേണിങ് യുവർ ഹെഡ് വെൻ യു ഹിയർ എ ലൗഡ് സൗണ്ട്. നമ്മുടെ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി റിഫ്ലെക്സസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സൗണ്ട് കേൾക്കുമ്പോൾ വേഗം തിരിഞ്ഞു നോക്കുന്നത്, ഇതൊക്കെ എന്തിൽ വരും? ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്രെയിനിൻ്റെ മിഡ് ബ്രെയിൻ ആണ് കേട്ടോ. സോ മെയിൻലി ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. And it controls the reflex movements of the eyes and head in response to light and sound, and helps in visual and auditory reflexes like turning your head when you hear a loud sound. Okay, so that's all about midbrain. Next is hindbrain. So നമ്മൾ ഫോർബ്രെയിനിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? സെറിബ്രം, ഹൈപ്പോതലാമസ് ആൻഡ് തലാമസ് ആണ്. മിഡ് ബ്രെയിനിൽ എന്ന് പറയുമ്പോൾ റിഫ്ലെക്സ് മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നു. ഇനി ഹൈൻഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്ങേറ്റ. മെഡുല ഒബ്ലോങ്ങേറ്റൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് അല്ലേ. ഓക്കെ, നമ്മൾ പഠിക്കാം. സെറിബെല്ലം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സെറിബ്രം കഴിഞ്ഞ് വരുന്ന പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, സ്ട്രക്ചർ ഒന്നുകൂടെ നോക്കാം. കണ്ടോ, സെറിബെല്ലം എവിടെ ഇരിക്കുന്നത്? ഇത് ഇവിടെ കണ്ടു, ഇച്ചിരി താഴെയായിട്ടാണ് നമുക്ക് സെറിബെല്ലം കാണാൻ സാധിക്കുന്നത്. പിന്നെ പോൺസ് ഏരിയ, പിന്നെ മെഡുല ഒബ്ലോങ്ങേറ്റ കേട്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരോ പാർട്സുകളും എവിടേക്കാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആ ഒരു ലേബൽ ചെയ്തൊക്കെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഹൈൻഡ് ബ്രെയിനിൽ വരുന്നതാണ് നമ്മുടെ സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്സും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് പോൺസ്. പോൺസ് എന്ന് പറയുന്നത് മെയിൻലി ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ബ്രീത്തിങ് ആൻഡ് കണക്ട്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ. ഇത് മെയിൻലി ഇൻവോൾവ് ചെയ്യുന്ന നമ്മുടെ ബ്രീത്തിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, ബ്രെയിൻ്റെ ഒരു ഏരിയ ആണ് പോൺസ് എന്ന് പറയുന്നത്. മാത്രമല്ല ബ്രെയിൻ്റെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നുമുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പോൺസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മെഡുല ഒബ്ലോങ്ങേറ്റ. Medulla oblongata controls involuntary actions such as heartbeat, breathing, swallowing and digestion. നമ്മുടെ ബോഡിക്ക് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഹേർട്ട് ബീറ്റ്, അതായത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നതിൻ്റെ മെയിൻ ആൾ എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ്. കാര്യം ആൾ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ഹേർട്ട് ബീറ്റ്, ബ്രീതിങ്, അതുപോലെ സ്വാളോയിങ്, ഡൈജഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയൊക്കെയാണ് കേട്ടോ.
മെഡുല്ല ഒബ്ലോങ്ങേറ്റ എവിടെയായിട്ടാണ് കാണുന്നത്? നോക്കിക്കേ, ഏറ്റവും താഴെയായിട്ടാണ് കാണുന്നത് കേട്ടോ. സോ ഈ ഒരു ബ്രെയിനിൻ്റെ 3 ഡിഫറെൻറ്റ് റീജിയൻസ്, അതായത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അതിൽ ഓരോന്നിലുമുള്ള പാർട്സുകൾ, അതിൻ്റെ റോള്, ഫങ്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും അത്രയും ക്ലാരിറ്റിയോട് കൂടി തന്നെ പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൈൻഡ് ബ്രെയിൻ. സോ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. സോ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ പോവാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം? പറയാൻ പറ്റുന്നുണ്ടോ? ഏതായിരിക്കും? ആക്സോൺ, ബ്രെയിൻ, ന്യൂറോൺ ആൻഡ് സ്പൈനൽ കോഡ്. വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, നമുക്ക് എന്ത് പറയാം? ഇവിടെ ആൻസർ ഏതാണ്? യെസ്, ന്യൂറോൺ ആണ് ആൻസർ. ഓക്കെ, ന്യൂറോൺ ആണ് നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോവാം. ദ പാർട്ട് ഓഫ് എ ന്യൂറോൺ ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അതർ ന്യൂറോൺ ഈസ്. അതായത് ഒരു ന്യൂറോണിൽ നിന്നുള്ള ആ ഒരു ഇമ്പൾസസ് മറ്റൊരു ന്യൂറോണിൻ്റെ ആദ്യമായിട്ട് ആ ഒരു ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ആളാരാണ്? നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി പഠിച്ചപ്പോൾ പറഞ്ഞു, ആദ്യം തന്നെ ഈ ഒരു വരുന്ന ഇമ്പൾസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആരാണ്? യെസ്, ഡെൻഡ്രൈറ്റ് ആണ് അല്ലേ? ഡെൻഡ്രൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ പറയുന്നതിനൊപ്പം തന്നെ പഠിച്ചു പോവാം കേട്ടോ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ദ ഇൻസുലേറ്റിംഗ് ലെയർ ദാറ്റ് കവേഴ്സ് ദ ആക്സോൺ ഇസ് കോൾഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ആക്സോണിനെ നല്ല കവറിങ് കൊടുത്ത് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഇൻസുലേറ്റിംഗ് ലെയറിന് നമ്മളൊരു പേര് വിളിക്കും. എന്തായിരുന്നു അത്? ഒരു ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന സെൽസ് ഇങ്ങനെ കൂടി ചേർന്നാണ് അത് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതെന്താണത്? പറഞ്ഞേ. യെസ്, എന്താണ്? മൈലിൻ ഷീത്ത്. അപ്പം ആ ഒരു ആക്സോണിനെ കവർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇൻസുലേറ്റിംഗ് ലെയറിന് പറയുന്ന പേരാണെന്ന് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. The gap between two neurons or the junction between two neurons is called synapse. Okay, എന്താണ്? synapse അല്ലേ? അതെ. So we are going on to the fifth question. Which part of the brain controls balance and posture? നമ്മുടെ ബോഡിയിൽ ബാലൻസും പോസ്ചറും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നോക്കിക്കേ, നമ്മൾ ഹൈൻഡ് ബ്രെയിനിൽ സെറിബെല്ലം പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ്? മെയിൻറ്റെയിൻസ് ബോഡി ബാലൻസ് ആൻഡ് കോർഡിനേറ്റ്സ് മസിൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ആരാണ് ഇവിടെ ആൻസർ വരുന്നത്? യെസ്, സെറിബെല്ലം ആണ് നമ്മുടെ ബാലൻസും പോസ്ചറും കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ്? വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആരാണ്? യെസ്, സെറിബ്രമാണ് നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ. കണ്ടോ, സെറിബ്രം കൺട്രോൾസ് ഇൻ്റലിജൻസ്. കണ്ടോ, ക്വസ്റ്റ്യൻസ് കണ്ടോ ഓരോ സ്പെസിഫിക് ആയിട്ട് വരുന്നതുണ്ടോ? സെറിബ്രം കൺട്രോൾസ് ഇൻ്റലിജൻസ്, മെമ്മറി, ലേണിംഗ്, റീസണിങ്, ഇമോഷൻസ് ആൻഡ് വോളണ്ടറി ആക്ഷൻസ് ലൈക്ക് റൈറ്റിംഗ്, വാക്കിംഗ് ഓർ സ്പീക്കിംഗ്. ഓക്കെ, സോ സെറിബ്രമാണ് നമ്മുടെ വോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആള്. നെക്സ്റ്റ് ഈസ് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ഹേർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്? ഹേർട്ട് ബീറ്റും അതുപോലെ തന്നെ ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിലെ ഏത് പാർട്ടാണ്? ഇപ്പോൾ കൂടെ മിസ്സ് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പം പഠിച്ചു തീർന്നതേ ഉള്ളൂ. ഏതായിരുന്നു? നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ ഒരു സാധനം വേണം. ഈ ഒരു സാധനത്തിനാണ് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറയുന്നത്. പറയുന്നത്. കേട്ടോ.
മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, so we are going on to the next question. 8th question. The largest part of the human brain is? ഏതാണ് ഹ്യൂമൻ ബ്രെയിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്? യെസ്, സെറിബ്രം അല്ലേ? സെറിബ്രമാണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്? സെറിബെല്ലം എന്ന് പറയുന്നത് കേട്ടോ. 9th question is റിഫ്ലക്സ് ആക്ഷൻ. നമ്മൾ പറഞ്ഞു സഡൻ ഇൻവോളണ്ടറി എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അല്ലേ എന്ത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്ലക്സ് ആക്ഷൻ? എ വോളണ്ടറി ആക്ഷൻ, എ സ്ലോ ആക്ഷൻ, ആൻഡ് ഇൻവോളണ്ടറി ആൻഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി ബ്രെയിൻ ഓൺലി. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഇറ്റ് ഈസ് ആൻ ഇൻവോളണ്ടറി ആൻഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. അവിടെ ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ കോൺഷ്യസ്നെസ് ഇല്ലാതെ തന്നെ സഡൻ ആയിട്ട് നമുക്കുണ്ടാകുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷനാണ് എന്ത്? റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ എന്ത് പറയാം? ആൻ ഇൻവോളണ്ടറി ആൻഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. ഓക്കെ, സോ ദ 10th question is which of the following is an example of a reflex action? Which of the following is an example of a reflex action? എല്ലാവരും ഒന്ന് ചിന്തിച്ച് എല്ലാവരും ഏതായിരിക്കും ഇതിനകത്തൊരു റിഫ്ലക്സ് ആക്ഷൻ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്? റീഡിങ് എ ബുക്ക്, ബ്ലിങ്കിങ് ഓഫ് ഐസ്, വോക്കിംഗ്, റൈറ്റിംഗ്. ഓർക്കണം, സഡൻ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഇതിൻ്റെ. നമ്മൾ സഡൻ ആയിട്ട് കാണിക്കുന്ന ഒരു റിയാക്ഷൻ ഏതാണ്? യെസ്, ബ്ലിങ്കിങ് ഓഫ് ഐസ്. നമ്മൾ കണ്ണ് ചിമ്മുന്നൊക്കെ അല്ലേ, ഇപ്പോൾ ഒരു പൊടിയോ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള ഒരു ലൈറ്റൊക്കെ പെട്ടെന്ന് കണ്ണിലോട്ടൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതിൽ പറയാം? റിഫ്ലക്സ് ആക്ഷനിൽ പറയാം. ഓക്കെ, സോ ബ്ലിങ്കിങ് ഓഫ് ഐസ് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും. അത് ഒരു എന്താണ് റിഫ്ലക്സ് ആക്ഷൻ ഒരു എക്സാമ്പിളാണ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ 11th question. ഇൻ എ റിഫ്ലക്സ് ആർക്ക് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇമ്പൾസ് കണ്ടക്ഷൻ. അതായത് ഒരു റിഫ്ലക്സ് ആർക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു നെർവ് ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു കറക്റ്റ് സീക്വൻസ്, ആ ഇമ്പൾസ് കണ്ടക്ഷൻ്റെ ഒരു കറക്റ്റ് സീക്വൻസ് ആണ് ഇവരിവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇഫക്റ്റർ, സെൻസറി ന്യൂറോൺ, സ്പൈനൽ കോഡ്, മോട്ടോർ ന്യൂറോൺ, റിസപ്റ്റർ. ഓപ്ഷൻ ബി റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, സ്പൈനൽ കോഡ്, മോട്ടോർ ന്യൂറോൺ, ആൻഡ് ദെൻ ടു ഇഫക്റ്റർ. Option C is receptor, motor neuron, spinal cord, sensory neuron, then to effector. And option D is spinal cord, receptor, motor neuron and effector. So ഇതിൽ എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു സീക്വൻസ് ഏതാണ്? ഇമ്പൾസ് കണ്ടക്ഷൻ നടക്കുന്ന കറക്റ്റ് സീക്വൻസ് ഇതിൽ ഏതാണ്? നമുക്കറിയാം, ഒരു സ്റ്റിമുലസ് നമ്മൾ റിസീവ് ചെയ്യുന്ന ആ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിനെ പറയുന്ന പേരാണെന്ത്? റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഫർമേഷനെ നേരെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ന്യൂറോൺസ് ആണ് എന്ത്? സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് അല്ലേ. ഈ സെൻസറി ന്യൂറോൺസ് അത് കഴിഞ്ഞിട്ട് സ്പൈനൽ കോഡിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ നേരെ മോട്ടോർ ന്യൂറോൺ വഴി എവിടെയാണോ ഏത് ഓർഗനാണോ ആ ഒരു ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് ആ ഒരു ഇതിനെ നമ്മൾ ഇഫക്റ്റർ എന്ന് പറയുന്നു. അങ്ങനെ ഇഫക്റ്ററിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് ഒരു റിഫ്ലക്സ് ആർക്കിൽ മെയിൻലി ആ ഒരു ഇമ്പൾസ് കണ്ടക്ഷൻ നടക്കുന്നത്. അവിടെ ആക്ച്വലി ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. അവിടെ സ്പൈനൽ കോഡാണ്, മജോറിറ്റി സ്പൈനൽ കോഡാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഏത് ഓപ്ഷൻ പറയാൻ പറ്റും? യെസ്, റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ദെൻ സ്പൈനൽ കോഡ്, മോട്ടോർ ന്യൂറോൺ ആൻഡ് ഇഫക്റ്റർ. ആൻഡ് ദിസ് ഈസ് ദി റൈറ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ബി. So next question is 12. Which part of the reflex arc carries impulse from receptor to spinal cord? റിസപ്റ്ററിൽ നിന്ന് നേരെ സ്പൈനൽ കോഡിലേക്ക് എന്താണ് ആ ഒരു ഇമ്പൾസ് ക്യാരി ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഓപ്ഷൻ എ മോട്ടോർ ന്യൂറോൺ, ഓപ്ഷൻ ബി സെൻസറി ന്യൂറോൺ, ഓപ്ഷൻ സി റിലേ ന്യൂറോൺ ആൻഡ് ഓപ്ഷൻ ഡി ഇഫക്റ്റർ. ഏതാണ് റൈറ്റ് ആൻസർ? ഏതായിരിക്കും? ആ ഒരു ഇമ്പൾസിനെ ആദ്യം കിട്ടിക്കഴിഞ്ഞ് ആ റിസപ്റ്റർ നേരെ അത് സ്പൈനൽ കോഡിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ നേരെ സ്പൈനൽ കോഡിലേക്ക് കൊടുക്കുന്ന ആരാണ്? യെസ്, സെൻസറി ന്യൂറോൺ ആണ് അല്ലേ. സെൻസറി ന്യൂറോൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെൻസറി ന്യൂറോൺ. ആൻഡ് ദ 13th question ഈസ് ദ ഓർഗൻ ദാറ്റ് റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ ഈസ് കോൾഡ്. അപ്പോൾ ഒരു റിഫ്ലക്സ് ആക്ഷൻ നടന്ന് ഏത് ഓർഗനാണ് അതിനനുസരിച്ച് അവിടെ നിന്ന് വരുന്ന മെസ്സേജിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു ഓർഗന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഓർഗൻ ദാറ്റ് റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ ഈസ് കോൾഡ്. ഏതായിരിക്കും? യെസ്, ഇഫക്റ്റർ.
ഒരു ഇഫക്റ്റർ ഓർഗൻ ആയിരിക്കും. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഒരു ചൂടുള്ളൊരു വസ്തുവിനെ നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ വേഗം നമ്മൾ കൈവലിക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു മസിൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ നിന്ന് വേഗം കൈവലിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയും, നമ്മുടെ ആ ഒരു കേസിൽ നമ്മുടെ ഇഫക്റ്റർ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് ആണ്. സോ എന്താണ്, ദാറ്റ് ഓർഗൻ ദാറ്റ് റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ് ഇൻ എ റിഫ്ലെക്സ് ആക്ഷൻ ഈസ് കോൾഡ് ഇഫക്റ്റർ. ഫോർട്ടീൻ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചറി? ബ്രെയിനെ നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും അതുപോലെ ഇഞ്ചറിയിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗം ഏതാണ്? സ്പൈനൽ ഫ്ലൂയിഡ് ഒള്ളി, സ്കൾ ആൻഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, വെർട്ടിബ്രേ ആൻഡ് ദ ഓപ്ഷൻ ഡി ഈസ് ക്രേനിയൽ. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ ബ്രെയിനെ ചുറ്റുമുള്ളതാണ് എന്ത്, ചുറ്റി വരുന്നതാണ് സ്കൾ അല്ലേ. അപ്പോൾ സ്കള്ളും അതുപോലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ 3 ലെയർഡ് മെംബ്രെയിനൊക്കെ ഇടയിൽ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലൂയിഡാണ് CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അത് എന്താണ്, ഒരു നമ്മുടെ പ്രഷറൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഓക്സിജൻസും സപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഷോക്ക് അബ്സോർബറായിട്ട് അല്ലെങ്കിൽ ബ്രെയിനെ മറ്റുള്ള എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നൊക്കെ എന്താണ് ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് ആര്, ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചറി? ഒരു ഇഞ്ചറിയിൽ നിന്ന് ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും സ്കൾ ആൻഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആൻഡ് ദ 15th ക്വസ്റ്റ്യൻ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആക്സസ് or CSF ആക്സസ്. Option A nutrient source, option B a protective cushion for brain and spinal cord, and option C a nerve conductor, and option D a hormone regulator. Okay, ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ള ഒരു പോയിന്റ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഏതായിരിക്കും ഇതിനകത്തെ റൈറ്റ് ഓപ്ഷൻ? nerve conductor ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ന്യൂട്രിയൻ സോഴ്സ് ആണ്, ഓക്സിജനും ന്യൂട്രിയൻസൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലുപരി നമുക്ക് നല്ലൊരു പോയിന്റ് എന്ത് പറയാൻ പറ്റും, എ പ്രൊട്ടക്റ്റീവ് കുഷ്യൻ ഫോർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഒരു പ്രൊട്ടക്ഷനാണ് മെയിൻലി ഈ ഒരു CSFൻ്റെ റോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് കുഷ്യൻ ഫോർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ നമ്മൾ പറഞ്ഞു, 2 ന്യൂറോണുകൾക്കിടയിലുള്ള ജംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്സ് എന്ന് വിളിക്കും. അതിൽ ഒരു ന്യൂറോണും ഒരു മസിൽ ഫൈബറിനും ഇടയിലുള്ള ആ ഒരു ജംഗ്ഷനെ നമ്മൾ എന്ത് പറയും? അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? എ ന്യൂറോൺ ആൻഡ് എ മസിൽ ഫൈബർ. ഒരു ന്യൂറോണിനും ഒരു മസിൽ ഫൈബറിനും ഇടയിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, so we are moving on to the next question. 17th, the neurotransmitter released at the neuromuscular junction is. ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതായിരിക്കും? യെസ്, അസറ്റൈൽ കോളിൻ അല്ലേ. അസറ്റൈൽ കോളിൻ റിലീസ് ആവുന്നുണ്ട്. ദ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ് അറ്റ് ദി ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ഈസ് അസറ്റൈൽ കോളിൻ. ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ തന്നെയാണ്. ഇവരെന്നൊക്കെ പറയുന്നത് എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 18th ക്വസ്റ്റ്യൻ, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ആക്സോൺ ടെർമിനൽ ആൻഡ് മസിൽ ഫൈബർ മെംബ്രെയിൻ ഈസ് കോൾഡ്. ഒരു ആക്സോൺ ടെർമിനലും മസിൽ ഫൈബർ മെംബ്രെയിനും ഇടയിലുള്ള ആ ഒരു എന്താണ് ഗ്യാപ്പിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലേ ആക്സോൺ ടെർമിനലിനും മസിൽ ഫൈബറിനും ഇടയിലുള്ളത്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പാണ് അല്ലേ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 19th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ സിനാപ്സ്? ഇതിൽ സിനാപ്സിനെ ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞ്. ഇതാണ് എ ഡയറക്റ്റ് ഫ്യൂഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്, a site where an impulse is transmitted from one cell to another, a type of connective tissue, and a sensory receptor. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? a site where an impulse is transmitted from one cell to another അല്ലേ. ഒരു
2 ന്യൂറോണിനിടയിലുള്ള ഒരു ജംഗ്ഷനാണല്ലോ നമ്മുടെ സിനാപ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂറോണിൽ നിന്നുള്ള ഇമ്പൾസിനെ മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സൈറ്റ് വെയർ ആൻ ഇമ്പൾസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ സെൽ ടു അനദർ. ഓക്കെ. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് the transmission of nerve impulse across the synapse is electrical only, chemical only, both electrical and chemical, mechanical. നമ്മൾ ഓൾറെഡി സിനാപ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു എന്താണ് ഈ നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷനിൽ ഒരു കൺവേർഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതായത് ആക്സോണിലോട്ട് വന്ന ആ ഒരു എന്താണ് ആ ഒരു നെർവ് ഇമ്പൾസ് സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു കെമിക്കൽ സിഗ്നലായിട്ട് മാറുന്നുണ്ട്. അത് പിന്നീട് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് അതിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അവിടെ നിന്ന് പോകുമ്പോൾ അത് എന്തായിട്ട് മാറി? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് വീണ്ടും മാറി. അങ്ങനെ ഈ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് ഇങ്ങനെ കണക്ഷൻ ഓഫ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഇലക്ട്രിക്കൽ സിഗ്നൽ, പിന്നെ കെമിക്കൽ സിഗ്നൽ ആകുന്നു, പിന്നീട് ഇലക്ട്രിക്കൽ ആകുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമുക്ക് ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത് ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് അക്രോസ് എ സിനാപ്സ്, എങ്ങനെയായിരിക്കും ഒരു സിനാപ്സിൽ നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്? അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ മാത്രം പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ബോത്ത് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ. അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിഗ്നലും ഇൻവോൾവ് ആകുന്നുണ്ട്. 2 രീതിയിലും ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഈസി ആണോ? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്സിൻ്റെ അകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, ബ്രെയിൻ, റിഫ്ലെക്സ് ആക്ഷൻ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ടതാണ്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും ഓരോരോ പുതിയ ടേംസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ആരും പേടിക്കൊന്നും വേണ്ട. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരുന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. സോ എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. ആരും പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് തന്നെ ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. സോ എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഉണ്ടാവും. സോ വൺസ് അഗെയിൻ ഗുഡ് ലക്ക് ഫോർ യു ഓൾ. സോ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നന്നായിട്ട് വീഡിയോസൊക്കെ കാണുക, എല്ലാ വീഡിയോസും കാണുക. സോ താങ്ക് യു ഓൾ.